നമ്മുടെ നാട്ടിൽ എക്കാലത്തും എവിടെയും വിജയിക്കുന്ന ഒരു ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സാമ്പത്തിക തട്ടിപ്പ്. നിക്ഷേപങ്ങൾ വഴി 10 ഇരട്ടി പണമുണ്ടാക്കാമെന്നും അതേ ബിസിനസ്സിൽ നിങ്ങൾ വീണ്ടും ആളുകളെ ചേർക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്നുമായിരിക്കും ഓഫറുകൾ. പൊതുവെ ഇതിനെ വിളിക്കുന്ന പേരാണ് മണി ചെയിൻ എന്നത്. സാധനങ്ങൾ വിറ്റഴിക്കുന്ന സാധാരണ സ്കീം മുതൽ ബിറ്റ്കോയിൻ ട്രേഡിംഗ്, US ഡോളർ ട്രേഡിംഗ് എന്നിങ്ങനെയുള്ള വലിയ തട്ടിപ്പുകളും ഇതിലുണ്ട്. നിങ്ങളെ ഇതിലേക്ക് ചേർക്കാൻ വരുന്ന അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് ബിസിനസ്സുകൾ നടത്തുന്നവരുടെ ശരീരഭാഷയും സംസാര ശൈലിയും ഒക്കെ വളരെ ആകർഷണീയമായി ആളുകളെ നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള അസാധ്യ കഴിവും ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എത്രയോ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും ഇപ്പോഴും മലയാളികൾ ഇതിലൊക്കെ പോയി വീണ്ടും തലവെക്കുന്നത്. ഇതിലൂടെ പണം നഷ്ടമാകുന്ന പലരും പരാതിപ്പെടാറില്ല എന്നതാണ് ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ ഏറ്റവും വലിയ ധൈര്യം. കാരണം പലരും നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമായിരിക്കില്ല ഇതിൽ നിക്ഷേപിക്കുന്നത്. വീടും പറമ്പും പണയപ്പെടുത്തിയും വിറ്റും ഒക്കെ നിക്ഷേപിക്കുന്ന ആളുകളുമുണ്ട്. അത്തരം ആളുകളാണ് ഇത് പൊളിയുമ്പോൾ ജീവനൊടുക്കാൻ വരെ തയ്യാറാവുന്നത്. ഇങ്ങനെ അടുത്തിടെ കേരളത്തിൽ നിന്നും കുറെ പേരുടെ പണം നഷ്ടമായ ഒന്നാണ് US ഡോളർ ട്രേഡിംഗ് തട്ടിപ്പ്. 9MX എന്നൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഇന്ത്യൻ രൂപ നൽകിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് വാലറ്റിലേക്ക് അത് ഡോളറായി വരുമെന്നാണ് ഇത് നടത്തുന്നവർ പറയുന്നത്. അങ്ങനെയുള്ള ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. തൃശൂർ കുന്നംകുളം സ്വദേശിയായ ഗോകുൽ കൃഷ്ണ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ പരാതികൾ കിട്ടിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തട്ടിപ്പായതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളും ഇതിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അംഗീകൃത റെഗുലേറ്ററി ലൈസൻസുകൾ ഒന്നും തന്നെ ഗോകുൽ കൃഷ്ണയുടെ ഈ ട്രേഡിങ്ങിനില്ല. സുരക്ഷിതം അല്ലാത്ത ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ മുന്നറിയിപ്പ്. ഇതിൽ പണം നിക്ഷേപിച്ചവരുടെ വാലറ്റുകൾ പലപ്പോഴും ഒരു കാരണവുമില്ലാതെ ഫ്രീസായി നിൽക്കും. പലപ്പോഴും വിത്ഡ്രോവൽ ഓപ്ഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. നിങ്ങളുടെ റിക്വസ്റ്റുകൾ എപ്പോഴും റിജക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയ ഗോകുൽ കൃഷ്ണ എന്ന വ്യക്തി തന്നെ കേരാപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ചില ഇടപാടുകളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരം ആളുകൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത് ഒരേപോലെയുള്ള ബിസിനസ്സുകൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രാപ്പിൽ പോയി ആരും കുടുങ്ങാതിരിക്കും. പെട്ടെന്ന് കോടീശ്വരനാകാൻ യാതൊരു കുറുക്കു വഴിയുമില്ല എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക. 100% ഗ്യാരണ്ടി, റിസ്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നവരോട് ഈ ബിസിനസ്സിൽ എങ്ങനെയാണ് ഇത്രയും വരുമാനം വരുന്നതെന്നൊന്ന് ചോദിച്ചാൽ അവർ ഉടനെ വിഷയം മാറ്റും. ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള മറുപടി നൽകാതെ മറ്റൊരു വിഷയം സംസാരിക്കും. റിട്ടയർഡ് IG ചേർന്നു, പൈലറ്റുമാർ ചേർന്നു, ഡോക്ടർമാർ ചേർന്നു എന്നൊക്കെയാവും പിന്നെ ഉത്തരങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്ന് പേരിട്ട് വിളിക്കും. നിങ്ങളെ കോടീശ്വരനാക്കിയാൽ ഈ പറയുന്ന ഗോകുൽ കൃഷ്ണക്ക് എന്താണ് നേട്ടമെന്ന് ആരും ചിന്തിക്കാറില്ല, ചോദിക്കാറുമില്ല. ഈ തട്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം മാക്സിമം പണം പിരിച്ച് മുങ്ങുക എന്നത് തന്നെയാണ്. ഗോകുൽ കൃഷ്ണയെ പോലുള്ളവരെ സുഭിക്കുന്ന വാക്കുകളിൽ, വാഗ്ദാനങ്ങളിൽ, പുഞ്ചിരികളിൽ ഒക്കെ വീണ ധാരാളം ആളുകളുടെ പണവും സമയവും നഷ്ടമായിട്ടുണ്ട്. ഈ തട്ടിപ്പുകാരന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ, ശബ്ദ സന്ദേശങ്ങളടക്കം അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. നിങ്ങളെ ധനികനാക്കാൻ വരുന്ന ഗോകുൽ കൃഷ്ണമാരിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.